എടാ നീ തിരക്കിലാണോ? ഓർഡർ എടുക്കുക, നീ പറഞ്ഞോ. എടാ ഇന്ന് വന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ മിക്കവാറും ഉറപ്പിച്ച മട്ടാട്ടോ. മിക്കവാറും ഞാൻ അയാളും കിട്ടും. എന്നാലും നിനക്കൊരു എഫേർട്ട് ഇടാൻ പറ്റില്ല അല്ലേ? കുറെ ആയല്ലോ നീ ഈ സർക്കാർ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നു, എന്നിട്ട് വല്ല പുരോഗമനമുണ്ടോ? ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. ഇനി അതല്ല, നിനക്കെന്നെ അങ്ങ് വിട്ട് കൊടുക്കാനാണെങ്കിൽ തമാശയല്ല, എനിക്ക് മാക്സിമം 1 കൊല്ലം, അതിൽ കൂടുതൽ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. വൈഫിനാണെങ്കിൽ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നീയല്ലേ ഡ്യൂട്ടി ഉണ്ട് വരില്ല എന്നൊക്കെ പറഞ്ഞേ? നീ എന്റെ റൊമാൻറ്റിക് സൈഡ് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? എനിക്ക് ഞാനൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് വന്നേ. എന്നിട്ട് അതെവിടെ? ഫോൺ എടുത്ത് നോക്കരുതോ? എനിക്ക് എൻ്റെ ലൈഫിൽ 2 കാര്യങ്ങളായിരുന്നു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത്. നിന്നെയും പിന്നെ എൻ്റെ സ്വപ്നങ്ങളെയും. അന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വാശി കയറി തുടങ്ങിയതാ. കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തുകയും ചെയ്തു. ഇനി നിന്റെ ചാൻസാണ്. നമ്മൾ ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം.